ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ സ്കിന്നിൽ വരുന്ന പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്, അതുപോലെ സ്കിന്നിന് പെട്ടെന്ന് നല്ല ബ്രൈറ്റ്നെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫേസ് പാക്കാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ പാക്കിന് ആദ്യം വേണ്ടത് ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ചാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ അരച്ചെടുത്തിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 20 മിനിറ്റ് വരെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കണം. കുറച്ചുകൂടി വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സാക്കി കൊടുത്ത് ഒരു 20 മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ ആ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയിട്ട് അടിയിൽ അങ്ങനെ ഊറി വന്നിട്ടുണ്ടാവും. ആ ഊറി വരുന്നതാണ് നമ്മൾ പൊട്ടാറ്റോൻ്റെ സ്റ്റാർച്ച്. ഞാനിവിടെ 10 മിനിറ്റ് ആയപ്പോഴേക്കാണ് ഈ വെള്ളം ഇതൊന്ന് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങനെ മാറ്റിയതാണ്. അപ്പോൾ നിങ്ങളൊരു 20 മിനിറ്റെങ്കിലും വെച്ച് കൊടുക്കുക. ഇപ്പോഴും നമുക്ക് ആവശ്യത്തിനുള്ള സ്റ്റാർച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി വെള്ളം നമുക്ക് ആവശ്യമില്ല, അതങ്ങോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇത് വെച്ചിട്ട് നമ്മുടെ പാക്ക് തയ്യാറാക്കി എടുക്കാം. ഇനി സ്റ്റാർച്ചിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂൺ കടലമാവ്, ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി, പിന്നെ ഇതിലേക്ക് കുറച്ച് തേനും കൂടി ചേർത്ത് കൊടുക്കാം. തേന് ചേർത്തതിന് ശേഷം ഞാനിത് മിക്സാക്കി എടുക്കുന്നത് പാലിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തൈരിലും ചേർത്ത് കൊടുക്കാം. ഈ പാൽ അലർജി ഉള്ളവർക്ക് തൈര് വെച്ചിട്ടും ഈ പാക്ക് റെഡിയാക്കി എടുക്കാം. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സാക്കി എടുത്താൽ മതി. ഉരുളക്കിഴങ്ങ് നമ്മുടെ സ്കിന്നിന് നല്ല കളർ കിട്ടാനും അതുപോലെ പാടുകളൊക്കെ മാറി നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്തായി കിട്ടാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു സ്ക്രബ്ബർ കൂടിയാണ് ഇത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫുൾ ബോഡിയിൽ നമുക്കിത് അപ്ലൈ ചെയ്യാം. ഇനി ഈ പാക്കിൽ നിന്ന് കുറേശ്ശെ എടുത്ത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മളെ ഫേസിലും കഴുത്തിലൊക്കെ യൂസ് ചെയ്യാം. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് നോർമൽ വാട്ടറിൽ ഫേസ് വാഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പാക്ക് നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്യാം. അപ്പോൾ റൈസ് ഫ്ലവർ മാറ്റിയിട്ട് നമ്മൾ ഓട്സിൻ്റെ പൗഡറോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. റൈസ് പൗഡർ ചേർക്കുകയാണെങ്കിൽ വീക്ക്ലി 2 or 3 ടൈംസ് മാത്രം അപ്ലൈ ചെയ്താൽ മതി.